വെൽക്കം ഫ്രണ്ട്സ്. ഡോക്ടർ ജോഡി സ്പെൻസിയുടെ സമൃദ്ധിയെ എങ്ങനെ ആകർഷിക്കാമെന്ന പോഡ്കാസ്റ്റിൻ്റെ 7ാമത്തെ പാട്ടാണിത്. ഡോക്ടർ ജോ പറയുന്നു, ബ്രഹ്മാണ്ഡം സമൃദ്ധമാണ്. സമൃദ്ധിയെ സ്വീകരിക്കുന്നതിനായിട്ട് നിങ്ങൾ തയ്യാറായിരിക്കുക. സമ്പന്നരായ ആളുകൾക്ക് നഷ്ടത്തെപ്പറ്റി ഭയമുണ്ടാകുന്നില്ല. കാരണം അവർക്കറിയാം അവർക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അത് അവരിലേക്ക് തന്നെ എത്തിച്ചേരും. ഇങ്ങനെയുള്ള മാനസികാവസ്ഥ, അതായത് ഭയമില്ലാത്ത സമൃദ്ധിയുടെ മാനസികാവസ്ഥ നിങ്ങളുടെ സമ്പത്തിനെ മാത്രമല്ല സംബന്ധങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലും മാറ്റം കൊണ്ടുവരും. വളരെ സിമ്പിളായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ പര്യാപ്തമായ സമ്പത്തില്ലാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ബ്ലോക്ക് ചെയ്യുന്നു. ആ സമയത്ത് നിങ്ങളുടെ മുൻപിൽ നല്ല സാധ്യതകൾ ഉണ്ടായാൽ പോലും അവയോട് മുഖം തിരിക്കുന്നു, വിമുഖത കാണിക്കുന്നു. കാരണം ഭയമാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് സമ്പത്ത് മാത്രമേ ഉള്ളൂ. അതുകൂടി നഷ്ടപ്പെട്ടാലോ? ഈ ഒരു ഭയം ഉണ്ടാകുന്നു. ആ ഭയം സമൃദ്ധിയുടെ മറ്റ് സാധ്യതകളിലേക്ക് നോക്കുന്നതിന് പോലും തടസ്സമാകുന്നു. സമൃദ്ധി, സമ്പന്നത വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭയത്തെ ദൂരെ കളയണം. ഇവിടെ ഞാനൊരു വാക്ക് ഉപയോഗിക്കുകയാണ്, അൺനോൺ. അൺനോൺ എന്നാൽ നിങ്ങൾ ഇതുവരെ കാണാത്തത്, നിങ്ങൾ ഇതുവരെ അറിയാത്തത്. അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു. ആ ഒരു സാധ്യതയെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തുറക്കണം. നിങ്ങൾക്ക് ഒരു തുറന്ന മനോസ്ഥിതി ഉണ്ടാവണം. കാണാത്ത ഒരു സാധ്യത, ആ വിജയത്തിൻ്റെ സാധ്യതയെ നിങ്ങൾ മാനസികമായി സ്വീകരിക്കുമ്പോൾ വിജയത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ എൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് വിജയം നേടിയ ഒരു വ്യക്തിയുടെ കഥ ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഹാരി പോട്ടർ എഴുതിയ ജെ.കെ. റൗളിംഗ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർ എങ്ങനെയാണ് ശതകോടീശ്വരിയായി മാറിയത്? അവരെന്താണ് ചെയ്തത്? അവർ അവരുടെ കുറവുകളിൽ വിശ്വസിക്കുന്നതിനു പകരം സമൃദ്ധിയിൽ വിശ്വസിച്ചു. ബ്രഹ്മാണ്ഡത്തിൻ്റെ സമൃദ്ധിയിൽ വിശ്വസിച്ചു. അവർ ഒരിക്കലും അവരുടെ എഴുത്ത് ഉപേക്ഷിച്ചില്ല. അവർ തീർച്ചയായും വിജയം കൈവരുമെന്നുള്ള പ്രതീക്ഷയിൽ തുടർന്നു. അവരുടെ ഉദ്യമം വിജയിച്ചു. അവർ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പുസ്തകം വിറ്റഴിക്കപ്പെട്ടവരിൽ ഒരാളായി മാറി. അവർ ഒരിക്കലും അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. അവരുടെ ജീവിതകഥ നമ്മളെ ഇതാണ് പഠിപ്പിക്കുന്നത്. ഈ ലോകത്ത് സമൃദ്ധി എക്സിസ്റ്റ് ചെയ്യുന്നു. ആ സമൃദ്ധിയെ നേടുന്നതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭയത്തെ ദൂരെ എറിയുക. ഇനി നിങ്ങൾ എന്നോടിത് പറയൂ, നിങ്ങൾ നിങ്ങളുടെ കുറവുകളുടെ ഭയത്തിൻ്റെ മാനസികാവസ്ഥയെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? നിങ്ങളിത് വിശ്വസിക്കാൻ തയ്യാറാണോ? പണം, സമൃദ്ധി, വിജയം എൻ്റെ ജന്മസിദ്ധമായ അധികാരമാണ്. നിങ്ങൾക്കായി ധാരാളം സാധ്യതകൾ ഈ നിമിഷം തന്നെ ഈ ബ്രഹ്മാണ്ഡത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവയെ കാണാൻ സാധിക്കാത്തത് നിങ്ങളുടെ മാനസികാവസ്ഥ കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ ജീവിതത്തിൽ തടസ്സങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥയിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ മുൻപിൽ കൂടുതലായി സാധ്യതകൾ കാണപ്പെടും. അടുത്ത 48 മണിക്കൂർ ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് നൽകുകയാണ്. നിങ്ങളുടെ ഓരോ വിചാരങ്ങളെയും നിരീക്ഷിക്കുക. നിങ്ങളുടെ വിചാരങ്ങൾ സമൃദ്ധിയിൽ അധിഷ്ഠിതമാണോ അതോ കുറവുകളിൽ അധിഷ്ഠിതമാണോ എന്ന് നിരീക്ഷിക്കുക. അവ കുറവുകളിൽ അധിഷ്ഠിതമാണെങ്കിൽ നിങ്ങൾ അവയെ സമൃദ്ധിയിലേക്ക് മാറ്റുക. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക, ഞാൻ സമ്പത്തിനും സമൃദ്ധിക്കും യോഗ്യനാണ്. എന്നെ സമൃദ്ധനാക്കുന്നതിനായി ഞാൻ 100% എന്നെ തന്നെ സഹായിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ലോകത്തെ കാണുന്ന ദൃഷ്ടികോണിനെ മാറ്റുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിലെ കുറവുകളുടെയും ഭയത്തിൻ്റെയും മാനസികാവസ്ഥ ഇല്ലാതാകുകയും പുതിയൊരു ദൃഷ്ടികോണിലൂടെ നിങ്ങൾ ജീവിതത്തെ നോക്കിക്കാണാനും തുടങ്ങുകയും ചെയ്യും. സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകാൻ തുടങ്ങും. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്